പിന്നെ എൻ്റെ ചുമതല രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, ആ സംശയം നിവാരണം നടത്തിത്തരാം എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വഞ്ചിനാടാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്ടർ ജനറൽ കാര്യാലയം. അതിന് ഒരു IAS IG ഉണ്ട്, ഒരു ജോയിൻ്റ് IG ഉണ്ട്, അതോടൊപ്പം തന്നെ ലൈസൻസ് വിഭാഗത്തിൻ്റെ ഒരു ഇൻസ്പെക്ടറുണ്ട്. അതിൻ്റെ താഴെയാണ് 3 ജോയിൻ്റ് മധ്യമേഖല, വെസ്റ്റ് മേഖല, സൗത്ത്, ഇങ്ങനെ 3 DIG 3 പേരുണ്ട്. 3 പേർക്കും കൂടിയാണ് ഓരോ 14 ജില്ലയുടെയും ചാർജ് വിഭജിച്ചു കൊടുത്തത്. അതിൻ്റെ കീഴിലാണ് ജില്ലാ രജിസ്ട്രാർ ജനറൽ ഓഫീസ്, ഓഡിറ്റ് DR ജനറൽ ഓഫീസ്. ഇവർ 2 പേരും ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കീഴിലാണ് സബ് രജിസ്ട്രാർ ഓഫീസുകളും ജോയിൻറ്റ് സബ് രജിസ്ട്രാറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ 315 സബ് രജിസ്ട്രാർ ഓഫീസുണ്ട് കേരളത്തിൽ. മലപ്പുറം ജില്ലയിൽ 27 സബ് രജിസ്ട്രാർ ഓഫീസുണ്ട്. അപ്പോൾ 27 മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ 315. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസാണ്. അത് മിക്ക നിങ്ങളുടെ PSCക്കും മറ്റുള്ള കാര്യത്തിന് വരും. രജിസ്ട്രേഷൻ കേരളത്തിൽ ആദ്യം നടന്ന സബ് രജിസ്ട്രാർ ഓഫീസാണ് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. അപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഘടന മനസ്സിലായിട്ടുണ്ടാവും. അത് രജിസ്ട്രേഷന് ഒരു മിനിസ്റ്റർ ഉണ്ട്, ആ മിനിസ്റ്ററുടെ കീഴിലാണ് IG, ജോയിൻ്റ് IG, ഇങ്ങനെ താഴെ തട്ട് വരെ സബ് രജിസ്ട്രാർ ഓഫീസ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബാധ്യത സർട്ടിഫിക്കറ്റ്, ഇവിടെ കുടിക്കട സർട്ടിഫിക്കറ്റ് എന്ന് പറയും അല്ലേ, ബാധ്യത സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ നമുക്ക് വിവിധ തരം ആധാരങ്ങളുണ്ട്. തീരാധാരം, പാർട്ടീഷൻ ആധാരം, കൂട്ടവകാശം എന്ന് വെച്ചാൽ റിലീസ് ഡീഡ്, അതുപോലെ റദ്ദാധാരം, പരസ്പരമാറ്റാധാരം, ധനനിശ്ചയാധാരം, സെറ്റിൽമെൻ്റ് ആധാരം, ഇഷ്ടദാനാധാരം, അങ്ങനെ ഒരുപാട് ആധാരങ്ങളുണ്ട്. ഈ ആധാരങ്ങളിൽ തീരാധാരം നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. തീരാധാരത്തിൽ വേറെ ഒരു ഇത് വരുന്നില്ല. തീരാധാരം മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സെയിൽ ചെയ്യുന്ന ഒരു ആധാരത്തെയാണ് തീരാധാരം, സെയിൽ ആധാരം എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പല ഓൺലൈൻ സ്ഥാപനങ്ങളും കണ്ടുപിടിക്കൂല. അവർ ഒരു കക്ഷി ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഓഫീസിൽ വന്നാൽ അങ്ങോട്ട് അപേക്ഷിക്കും. അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ബാധ്യതയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടവകാശം ആധാരം എന്ന് പറഞ്ഞാൽ ഈ ആധാരം ഉടലെടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു തീരാധാരത്തിൽ നിന്നായിരിക്കും, ഒന്നില്ലെങ്കിൽ ഒരു പാർട്ടീഷൻ ആധാരത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ കുടുംബവക, ഇഷ്ടദാന, ധനനിശ്ചയം, സെറ്റിൽമെൻറ്റ് ആധാരത്തിൽ നിന്നായിരിക്കും. ഒരു കൂട്ടവകാശം വരുന്നത് പിതാവിൻ്റെ പേരിൽ വസ്തു കിടക്കുമ്പോൾ പിതാവ് മരിച്ചു പോയാൽ ബാക്കിയുള്ള കക്ഷികൾ ചേർന്ന് തയ്യാറാക്കുന്ന പ്രമാണമാണ് ഒന്നില്ലെങ്കിൽ പാർട്ടീഷൻ ഡീഡ്, അല്ലെങ്കിൽ കൂട്ടാവകാശ വഴിമുറി. ഒരു 5 മക്കളുണ്ടെങ്കിൽ ഒരു മാതാവ് ഉണ്ടെന്നിരിക്കാം. അപ്പോൾ പിതാവിൻ്റെ പേരിൽ കിടക്കുന്ന വസ്തു മാതാവിന് ജീവനാംശം വെച്ചുകൊണ്ട് 5-ൽ ഒരു മകനെ എഴുതി കൊടുത്താൽ അത് കൂട്ടാവകാശ വഴിമുറി ആധാരം, അല്ലെങ്കിൽ 2 പേർക്ക് എഴുതി കൊടുത്താലും. അപ്പോൾ അതിലൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെ വ്യവസ്ഥ? എൻ്റെ ഭർത്താവിൻ്റെ പേരുള്ള വസ്തു ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് പിതാവിന് അല്ലെങ്കിൽ മാതാവിന് ജീവനാംശം വെച്ചിട്ടുണ്ടാവും. ആ ജീവനാംശ വ്യവസ്ഥയോട് കൂടിയാണ് മറ്റു മകനെ ഈ ആധാരം കൂട്ടാവകാശ ആധാരം, അല്ലെ പാർട്ടീഷനിലും പറയാം, ധനനിശ്ചയത്തിൽ പറയാം, ഇഷ്ടദാനത്തിൽ പറയാം. ഞാൻ ഇത് പറയാൻ കാരണം, നിങ്ങൾ ഒരു ആധാരം വരുമ്പോൾ ആ ആധാരത്തിൻ്റെ ഘടന ആദ്യം അറിഞ്ഞിരിക്കണം, അടിസ്ഥാനം. അപ്പോൾ ഈ കൂട്ടാവകാശ വഴിമുറിയിൽ മാതാവിന് ജീവനാംശമുണ്ടെങ്കിൽ നിങ്ങളൊരു വസ്തു വിൽപ്പന കരാർ രജിസ്റ്റർ ചെയ്യുകയാണ്. വസ്തു വിൽപ്പന കരാർ എഴുതാൻ ഒരു കക്ഷി നിങ്ങളുടെ ഓഫീസിൽ വരാണ്, ഒരു വസ്തു വിൽപ്പന കരാർ എഴുതി തന്നെയെന്ന് പറഞ്ഞാൽ ആ ആധാരത്തിൽ വേറെ ആരെങ്കിലും ജീവനാംശം പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കക്ഷിയെ കൂടി വസ്തു വിൽപ്പന കരാറിൽ 1-ാം കക്ഷികളിൽ ഒരു കക്ഷിയായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ മേടിക്കുന്ന ആൾ ഈ ആധാരം അറിവില്ലാതെ ചെയ്തു പോയാൽ ആ ജീവനാംശം അവിടെ നിൽക്കും. ലോണും മറ്റും കാര്യങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോൾ, ലീഗൽ എടുക്കുമ്പോൾ ജീവനാംശ കക്ഷി ജീവിച്ചിരിക്കുകയും ആ കക്ഷി അതിൽ ഒപ്പിടുകയും ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ജീവനാംശ കക്ഷി ആരെങ്കിലും ധനനിശ്ചയാധാരമായാലും സെറ്റിൽമെൻ്റ് ആയാലും ഇഷ്ടദാനമായാലും കൂട്ടവകാശ വഴിമുറി
ഈ ആധാരങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ വന്ന ഒരു വസ്തു വിൽപ്പനക്കാരൻ ഈ ആധാരങ്ങളിൽ നിന്ന് ഒരു വസ്തു വേറൊരാൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ജീവനാംശമുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ജീവനാംശം ഉള്ള ആൾ മരിച്ചു പോയാൽ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടിയാൽ മതി, കുഴപ്പമില്ല. അത് ആധാരം ചെയ്യാൻ നേരത്ത് സബ് രജിസ്ട്രാറെ കാണിച്ചാൽ മതി. സബ് രജിസ്ട്രാർ ആധാരം ചെയ്യാൻ നേരത്ത് ജീവനാംശ കക്ഷി എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. ആ ജീവനാംശം ആ മരണത്തോടുകൂടി തീർന്നു. പിന്നെ ആ വസ്തുവിൽ റൈറ്റ് ഇല്ല. ആർക്ക്? ഈ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഇതനുസരിച്ച് സീനിയർ സിറ്റിസൺ എന്ന നിലയിൽ കൊടുത്തിരിക്കുന്ന ഒരു പവറാണ് ജീവനാംശം അതിൽ രേഖപ്പെടുത്തുന്നത്. മക്കളെ അന്വേഷിക്കാതെയോ മക്കളെ വഴിയാധാരമാക്കി അവരെ പുറത്തുവിടുകയോ ചെയ്താൽ അവർക്ക് ഈ പറയുന്ന ധനനിശ്ചയാധാരം, സെറ്റിൽമെൻറ്റ് ആധാരം, കൂട്ടാവകാശം ചെയ്യാൻ പറ്റില്ല. അത് സെയിലിന് തുല്യമാണ്. അതുപോലെ ഇഷ്ടദാനം ഇങ്ങനെയുള്ള ആധാരങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ മാതാപിതാക്കൾക്കുണ്ട്. അതാ എവിടെ റദ്ദ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ RDO കോർട്ടുണ്ട്. RDO കോർട്ടിൽ ഓഫ്ലൈനായിട്ട് ഒരു അഡ്വക്കേറ്റിന് വെച്ച് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ മകനെ വിളിക്കും. എന്തുകൊണ്ട് നീ പിതാവിനെ അന്വേഷിക്കുന്നില്ല, പിതാവിന് ചെലവിന് കൊടുക്കുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പിതാവിൻ്റെയും ഈ പറയുന്ന കക്ഷിയുടെയും മൊഴിയെടുത്തതിന് ശേഷം RDO പിതാവിന് അനുകൂലമായി ആ RDO ചെയ്തിരിക്കുന്ന ആധാരം റദ്ദ് ചെയ്യാൻ ജില്ലാ രജിസ്ട്രാർക്ക് ഉത്തരവ് കൊടുക്കുകയും ജില്ലാ രജിസ്ട്രാറുടെ ഉത്തരവ് പ്രകാരം സബ് രജിസ്ട്രാർ ആധാരം റദ്ദ് ചെയ്യും. അങ്ങനെ വ്യവസ്ഥ നമ്മൾ എഴുതുന്നുണ്ട്. അത് കോടതി കൊടുത്തിരിക്കുന്ന ഉയർന്ന പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ്. രണ്ടാമത് നിങ്ങൾ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ പലപ്പോഴും ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ കുടിക്കട സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വരാൻ പറയും. ഓൺലൈനിൽ നോക്കുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വരാൻ പറയും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ചെയ്യുമ്പോൾ രജിസ്റ്റർ ഓഫീസ് മാറിയിട്ടുണ്ടാവും. രജിസ്റ്റർ ഓഫീസ് മാറിക്കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചിട്ടില്ല, ആ പൈസ പോകും. നമ്മൾ കക്ഷിക്ക് വീണ്ടും ഓൺലൈൻ ചെയ്ത് കക്ഷികളുടെ സമയം പോകും. ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ വല്ല വിവാഹ ആവശ്യത്തിന്, ഹോസ്പിറ്റൽ ആവശ്യത്തിന് അർജൻറ്റായിട്ട് എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും. നിങ്ങളത് നമ്മുടെ ഒരു കൈപ്പിശക് കാരണം കക്ഷിക്ക് സാമ്പത്തിക നഷ്ടം വരും, സമയ നഷ്ടം വരും. അപ്പം നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ടത് ഒരു ആധാരം കിട്ടിയാൽ അത് ഏത് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താണെന്ന് നോക്കണം. ഒന്ന്. രണ്ടാമത് അതിലെ ഓൾഡ് സർവേ വളരെ നോക്കണം. ചിലപ്പോൾ ചില ആധാരങ്ങളിൽ ഒന്നിൽ കൂടുതൽ ഓൾഡ് സർവേ നമ്പർ ഉണ്ടാവും, അത് രേഖപ്പെടുത്തണം. പിന്നെ ഈ ആധാരം ഒരു കക്ഷി ഒരു ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാൻ നമ്മുടെ ഓഫീസിൽ വന്നാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ടാക്സ് റെസിപ്റ്റ് അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ചിലപ്പോൾ ആധാരത്തിൽ ഒരു 50 സെൻറ്റ് ഉണ്ടാവും, ടാക്സ് റെസിപ്റ്റിൽ 20 സെൻറ്റ് ഉണ്ടാവുള്ളൂ. അല്ലെ ടാക്സ് റെസിപ്റ്റിൽ ആധാരത്തിൽ 50 സെൻറ്റും ടാക്സിൽ 50 ഉണ്ടാവും. പക്ഷേ ഇവർ വിറ്റ് പോയിട്ടുണ്ട് കുറച്ച് സ്ഥലം. ഈ വിറ്റതറിയാതെ നമ്മുടെ കൈപ്പിശകായിട്ട് ആ 50 സെൻറ്റിനും ബാധ്യതയ്ക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ 50 സെൻറ്റിൽ രണ്ട് പേർക്കായിട്ട് കുറച്ച് സ്ഥലം പോയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, 2 ഓണർഷിപ്പ് കയറി വരും. അപ്പോൾ നമ്മുടെ പിശക് കാരണം 2 ഓണർഷിപ്പ്, നമ്മൾ എത്ര രൂപയാണ് 530 വർഷത്തേക്ക് 565 രൂപയാണ് അടിച്ചേക്കണേ. ആ 2 ഓണർഷിപ്പിന് ആ ഫീസും കൂടി നമ്മൾ അടക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അപ്പം നഷ്ടമായി, കക്ഷിക്ക് നഷ്ടമായി. അതുപോലെ അവരവിടെ ബാധ്യത സർട്ടിഫിക്കറ്റ് യഥാസമയത്ത് പുറത്തേക്ക് വിടില്ല, അവിടെ അബാധ വന്നതിൻ്റെ പേരിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ കക്ഷി വരുമ്പോൾ ഈ ആധാരപ്രകാരമുള്ള വസ്തുവിൽ നിന്ന് ഏതെങ്കിലും വസ്തു വിറ്റ് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. ചിലപ്പോൾ അവരൊക്കെ അറിയാൻ പാടില്ല നിങ്ങളോട് പറയണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഈ വസ്തുവിൽ വല്ലതും വിറ്റ് പോയിട്ടുണ്ടോ? വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വിറ്റ് പോയി കഴിച്ചുള്ള വസ്തുവാണ് സബ് രജിസ്റ്റർ ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഓണർഷിപ്പിൻ്റെ ഫീസ് അടക്കേണ്ടി വരും, കക്ഷിക്ക് ഒരു പ്രയോജനവും കിട്ടൂല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ പല അപാകതകളും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കക്ഷി വരുമ്പോൾ ആധാരം മേടിക്കുക, കരടിച്ച് മേടിക്കുക, അവരോട് ചോദിക്കുക ഇതിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ടോയെന്ന്. വിറ്റത് കഴിച്ചാണ് ബാക്കി അപേക്ഷിക്കാവൂ. പിന്നെ ഏതെങ്കിലും കാരണവശാൽ കൈപ്പിശകായിട്ട് നമുക്ക് എന്തെങ്കിലും അപാകത വന്നാൽ നമുക്ക് ആധാരം സബ് രജിസ്റ്റർ ഓഫീസ് മാറിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സർവേ നമ്പറിലോ വിസ്തീർണത്തിലോ റീസർവേ നമ്പറിലോ എന്തെങ്കിലും ഒരു അപാകത നമ്മുടെ ഭാഗത്ത് വന്നാൽ, ആധാര നമ്പറിൽ നിന്നും വ്യത്യാസം വന്നാൽ നേരിട്ട് സബ് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് സബ് രജിസ്ട്രാർക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇത്ര നമ്പർ നമ്പർ വെച്ചിട്ട് ഇത്ര നമ്പർ ബാധ്യത സർട്ടിഫിക്കറ്റ് ഞാൻ അപേക്ഷിച്ചിരുന്നു, അതിൽ ആ അപേക്ഷയുള്ള പേര് തന്നെയായിരിക്കണം അപേക്ഷ കൊടുക്കേണ്ടത്. അതിൽ ഇന്ന അപാകത സംഭവിച്ചുകൊണ്ട് കൈപ്പിശകായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്, ശരിയായിട്ട് ഇതാണ് വിസ്തീർണം, അല്ലെ റീസർവേ, അല്ലെ ഓൾഡ് സർവേ, അതുകൊണ്ട് അല്ലെ ആധാര നമ്പർ, അതുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്ത് തരുന്നെന്ന് പറഞ്ഞ് സബ് രജിസ്ട്രാർക്ക് കൊടുത്താൽ ആ ഓഫീസിൽ ഒരു ഹെഡ് ക്ലർക്ക് ഉണ്ട്, ഹെഡ് ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയും. അത് കൊടുത്ത അപ്പം തന്നെ നമ്മളെ അപേക്ഷ, നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ പരിഗണിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്ന സംവിധാനം വരും. ചിലർ ഇത് തെറ്റായിട്ടുള്ള അപേക്ഷ എന്ന് ഓർത്ത് രണ്ടാമത് ഫീസ് അടിച്ച് അപേക്ഷിക്കും. രണ്ടാമത് ഫീസ് അടിച്ച് അപേക്ഷിക്കുമ്പോൾ പൈസയും പോകും, ഈ അപേക്ഷേൻ്റെ സമയവും നഷ്ടപ്പെടും.
അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ രജിസ്റ്റർ ഓഫീസിൽ നേരിട്ട് ചെല്ലാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്തു തരും കേട്ടോ.